മാരേജ് കൗൺസിലിൽ ചില കപ്പിൾസ് പറയാറുണ്ട്, വിവാഹത്തോടെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും നഷ്ടപ്പെടുത്തി, ഞാൻ അവന് വേണ്ടി അല്ലെ അവൾക്ക് വേണ്ടി എൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും മാറ്റിവെച്ചു, കാര്യം ഞങ്ങൾ മാത്രം മതി, വേറെ കൂട്ടുകാരൊന്നും വേണ്ട എന്നുള്ള ഒരു നിലപാട് ആണ്. ചിലപ്പോൾ കൂട്ടുകാരികളാവാം, കൂട്ടുകാരന്മാരാവാം, മെയിൽ ഓർ ഫീമെയിൽ ഫ്രണ്ട്സ് അങ്ങനെ മാറ്റി വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഒതുങ്ങിക്കൂടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു പോകുന്നു. പക്ഷേ കുറേ കഴിയുമ്പം നമ്മുടെ ഒരു ഇമോഷണൽ നീഡ് ഫുൾഫിൽ ചെയ്യാണ്ട് വരുന്നതായ സമയത്ത് ചിലപ്പോൾ ഇവർക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഇമോഷണൽ നീഡ് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആയി പോകും. അത് ഫിസിക്കൽ ഡിറ്റാച്ച്മെൻറ്റിലേക്ക് മാറ്റി അവർക്ക് പിന്നെ ഒരു ഭയങ്കര ലോൺലി ഫീലിംഗ് ഉണ്ടാവും. റിജക്ഷനും ലോൺലിനെസ്സും ഒക്കെ അനുഭവിക്കുന്ന ഒത്തിരി കപ്പിൾസ് ഉണ്ട്. അപ്പം പറയും, ഒന്നൊന്ന് വിളിച്ചെനിക്കൊന്ന് തുറന്ന് സംസാരിക്കാൻ പോലും ഒരു ഫ്രണ്ട് ഇല്ല എന്ന് പറയാറുണ്ട്. സോ ഇങ്ങനെയൊക്കെ വരുന്നതായ സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇത് സ്നേഹം കൂടുതൽ കൊണ്ടല്ല, നമുക്ക് ഒരു പൊസസീവ് നേച്ചർ കൊണ്ട് ഉണ്ടായിപ്പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മളൊന്ന് തിരിച്ചറിയണം. നമുക്ക് ബുദ്ധിമുട്ട് വരുന്നതായ സമയത്താണ് ഒരു ഹെൽപ്പ് വേണമെന്ന് തന്നെ പറയണം. കൗൺസിലിംഗ് ഹെൽപ്പ് അകന്നു പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു കൗൺസിലിംഗ് ഹെൽപ്പ് സ്വീകരിച്ച് പരസ്പരം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്നുകിൽ നിങ്ങൾ തുറന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. വിവാഹത്തിന് മുമ്പാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള നിലപാടുകൾ ആരെങ്കിലും വളരെ കൺട്രോളിംഗ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബന്ധത്തെപ്പറ്റി റീതിങ്ക് ചെയ്യുക.